ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് തിരക്കിലാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഇപ്പോൾ ഓരോ ദിവസം നടക്കുന്ന തിരക്കുകളിൽ ഇന്നത്തെ കുറച്ച് തിരക്കുകൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ പേർക്കൊക്കെ എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത്, ഞാൻ എവിടെയാണെന്നൊക്കെ അറിയുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ അല്ല, ഞാൻ 2 ദിവസം മുന്നേ ഞാനൊരു വെടിക്കെട്ട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. എൻ്റെ ലൈഫിൽ അത് ഫസ്റ്റ് ടൈം ഞാൻ കണ്ട ഒരു വെടിക്കെട്ടെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ കൺമണീൻ്റെ ലൈഫിലും ഫസ്റ്റ് ടൈം ആയിരുന്നു. അച്ഛനും അമ്മയും നമ്മളെല്ലാവരും അതുപോലത്തെ ഒരു സംഭവം കണ്ടത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. നമ്മൾ കീച്ചേരി പാലോട്ടുകാവിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞങ്ങൾ സാധാരണ ഒരുപാട് ക്രൗഡുള്ള സ്ഥലത്തൊന്നും പോവാറേ ഇല്ല. അച്ഛനാണെങ്കിൽ കൊണ്ടുപോയില്ല കേട്ടോ ചെറുപ്പം മുതലേ. പിന്നെ നമ്മുടെ ഇവിടെ പയ്യന്നൂർ ഒരുപാട് ഉത്സവങ്ങളും തെയ്യങ്ങളും വെടിക്കെട്ടൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ കൊട്ടണശ്ശേരി ഉണ്ട്, കുറിഞ്ഞിയുണ്ട്, പിന്നെ കൂറുമ്പ, ഇങ്ങനെ പിന്നെ മല്ലിയോട്ടുകാവിൽ ഇവിടെയൊക്കെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ നമ്മളങ്ങനെ പോവാറില്ല. നമ്മൾ ഇപ്പം തെയ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തെയ്യത്തിന് പോകും, തിരിച്ചു വരും. അല്ലാതെ ഇത്രയും ആൾക്കാർ കൂടുന്ന സമയമോ. പിന്നെ എൻ്റെ ഒരു ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊട്ടണശ്ശേരിയിലും അതുപോലെ തന്നെ കൂറുമ്പയിലൊക്കെ കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണ് ഈ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഒരു 2 മണി അങ്ങനെയൊക്കെ സമയത്താണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ 9th പഠിക്കുമ്പം കൂറുമ്പയിൽ വെടിക്കെട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇത്രയും നാളായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം എൻ്റെ വ്ളോഗിൽ സായി ദാവൺഗരയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടുള്ള യാത്രയിൽ എന്നെ കാണാൻ വന്ന എൻ്റെ ബ്രദറില്ലേ സായി. അപ്പം സായിയുടെ അമ്മയുടെ അച്ഛൻ്റെ വീട് കീച്ചേരിയാണ്. അപ്പം അവർ വിഷുവിന് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ദാവൺഗരയിൽ നിന്ന്. അപ്പോൾ സായി എന്നെ കുറച്ച് ദിവസമായിട്ട് വിളിക്കുന്നുണ്ട്, ചേച്ചി ഇവിടെ നല്ല രസമാണ്, വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളും പെട്ടെന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ അവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് 9:30 വെടിക്കെട്ട് സ്റ്റാർട്ടാവും, 9:45 തീരും, അത്രേ ഉള്ളൂ. പക്ഷേ ജനസമുദ്രമായിരുന്നു കേട്ടോ. ഞാൻ പേടിച്ചു പോയി. കാരണം അച്ഛൻ സാധാരണ ഇങ്ങനത്തെ അടുത്ത് നമ്മളെ കൊണ്ടുപോകത്തെയാണ്. ഇത് അച്ഛൻ കൺമണീനും എടുത്തിട്ട് അവിടെ വരെ നമ്മളെ കൊണ്ടുപോയി സംഭവങ്ങളൊക്കെ കണ്ടു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെ സായിൻ്റെ ഫുൾ ഫാമിലീനെ മീറ്റ് ചെയ്യാൻ പറ്റി. അതായത് റീജച്ചിയുടെ സൈഡും അതുപോലെ സായിയുടെ അച്ഛൻ്റെ സൈഡും എല്ലാവരെയും എനിക്ക് കാണാൻ പറ്റി. നല്ല അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫാമിലി. കാരണം ഇവിടെ വന്നിട്ട് അച്ഛനും ഞാനും അമ്മയൊക്കെ അതന്നെ സംസാരിക്കുന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാണ്ട് അങ്ങോട്ട് പോയത്. നമുക്ക് അങ്ങോട്ട് കണ്ണൂർ സൈഡിലേക്ക് നമുക്ക് ബന്ധങ്ങൾ ഭയങ്കര കുറവാണ്. കൂടുതൽ നമ്മൾ പോവാറും വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഇനി നമുക്കവിടെ ഒരു ഫാമിലിയായി അതിങ്ങനെ അച്ഛനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരെയും കണ്ടതിൽ ഭയങ്കര സന്തോഷമായി നമുക്ക്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. വണ്ടി പാർക്ക് ചെയ്യാനും വണ്ടി അവിടെ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇവരുടെ വീട്ടിൽ നിന്ന് പാലോട്ടുകാവ്, അതായത് കീച്ചേരി അമ്പലത്തിലേക്ക് വളരെ വളരെ അടുത്താണ്. ഒരു 2 ടേൺ കഴിഞ്ഞാൽ പിന്നെ ഒരു ഹൈവേ വരും. ഹൈവേന്ന് കുറച്ചുകൂടി നടക്കേണ്ട ദൂരമേ ഉള്ളൂ. പക്ഷേ ആ ദൂരമൊന്നും നമ്മൾ നടന്നിട്ടല്ല വന്നത്. നമ്മളൊക്കെ ആരും ഇങ്ങനെ ഒരു തള്ളിലിങ്ങനെ നമ്മളിങ്ങനെ മൂവായി വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പാലോട്ടുകാവ് എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിൽ തന്നെ 4 മറ്റുണ്ട്. അതായത് അഴീക്കോടുണ്ട്, അതുപോലെ തന്നെ കുഞ്ഞിമംഗലം, മല്ലിയോട്ട്, പിന്നെ നമ്മുടെ കീച്ചേരി. 3 ഉള്ളൂ. 3 തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല. അതിനി ഇതിൽ കൂടുതൽ ഉണ്ടോ എന്ന് അറിയുന്നവരെനിക്ക് താഴെ കമൻറ്റിൽ പറയണേ. എനിക്ക് മുന്നേ മല്ലിയോട്ട് പാലോട്ടുകാവ് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് കുഞ്ഞിമംഗലം, കീച്ചേരിയും അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാത്തതുകൊണ്ട് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഓരോ പുതിയ അറിവ് കിട്ടുക ഇങ്ങനെയൊക്കെയല്ലേ അല്ലേ. അങ്ങനെ ആ ഒരു വെടിക്കെട്ട് ഞാൻ നിങ്ങളെയും കൂടെ എന്തായാലും ഇതിൻ്റെ ശേഷം കാണിക്കുന്നതായിരിക്കും. പ്രശ്നമൊന്നുമില്ല, നമ്മൾ ലേറ്റ് ആയിട്ട് പോയി. ഇനിയിപ്പോൾ വണ്ടി എടുക്കണ്ട്, അതൊരു വലിയ പ്രശ്നമാണല്ലോ. വാങ്ങും എന്തെല്ലാം മേടിക്കുന്ന ഇനി അങ്ങോട്ട് പോകേണ്ട അവസ്ഥ. ക്യാമറ ഫോട്ടോ എടുക്കുന്നു.
പോസ് മതി. കഴിഞ്ഞു. ഞാൻ നോർമൽ വീഡിയോയിലാണ് എടുത്തിന്. എന്നാലും കുഴപ്പമില്ല. അങ്ങ് അവിടെ തെയ്യമുണ്ട് കേട്ടോ. തെയ്യത്തിൻ്റെ അടുത്തൊക്കെ ഭയങ്കര തിരക്കാണ്. ഭയങ്കര സൗണ്ട് വെടി. കണ്ണിന് ടോയ് കാണിച്ച മോളെ. പട്ടക്കം പട്ടക്കം പട്ടക്കം. കണ്ണിന് ടോയ് കാണിക്ക്. അത് തലക്ക് വെക്കേണ്ടതൊക്കെ ഉണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു വെടിക്കെട്ട്? ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ ഇത്രയും ക്ലോസ് ആയിട്ട് കണ്ടിട്ടില്ല. സായി ഉണ്ടായതുകൊണ്ട് സായി നമ്മളിങ്ങനെ അടുത്ത് കൊണ്ടുപോയി നിർത്തി. അതായത് ഓൾമോസ്റ്റ് അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് നിന്നായിരുന്നു നമ്മളിത് കാണാൻ പറ്റിയത്. അങ്ങനെ എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ സംഭവം എൻ്റെ ലൈഫിൽ മിസ്സാവുമായിരുന്നു. പിന്നെ അശ്വിനാണെങ്കിലും ഇങ്ങനെ കൂടുതലും ക്രൗഡുള്ള സ്ഥലത്തോ ഒത്തിരി ലേറ്റായ സ്ഥലത്തൊന്നും അശ്വിനും എവിടെയും പോകാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകാറേ ഇല്ലാത്ത ആൾക്കാരാണ്. പിന്നെ ഈ കീച്ചേരി പാലോട്ടുകാവിനെ കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയിൽ പ്രണവ് മോഹൻലാൽ പറയുന്നുണ്ട് കേട്ടോ ഒരു ഡയലോഗിൽ. അത് ആദ്യം ഞാൻ ആ ഫിലിം കണ്ടതാണ്. പക്ഷെ എനിക്ക് സായി പറഞ്ഞപ്പോൾ അത് ഓർത്തില്ല ഞാൻ. പിന്നെ ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോഴേക്കും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ പാലോട്ടുകാവിലെ ഉത്സവം കാണാൻ പോയതിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. ഇനിയിപ്പം ഇന്നത്തെ ഒരു ദിവസം നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ രാവിലെ തന്നെ രാവിലെ എന്ന് വെച്ചാൽ ഒരുപാട് രാവിലെ അല്ല, 8 മണിയാകുമ്പോൾ എഴുന്നേറ്റു. കുളിയൊക്കെ കഴിഞ്ഞു. നേരെ കുളിച്ചു കേട്ടോ. കുളിച്ചിട്ട് ഡ്രസ്സ് ചെയ്തിട്ടിരിക്കുകയാണ്. കുറച്ച് പരിപാടികളുണ്ട് ഇന്ന്. അതായത് നമുക്ക് KSEBയിൽ പോകണം, പിന്നെ അതുപോലെ തന്നെ അക്ഷയയിൽ പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇലക്ട്രീഷ്യൻ അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടാവും നമ്മളെത്തുമ്പോഴേക്കും. കാരണം അവർ രാവിലെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചെറിയൊരു പമ്പ് ഹൗസിൻ്റെ പണിയും കാര്യങ്ങളൊക്കെയാണ്. അതിലേക്കൊരു താൽക്കാലികമായിട്ട്, അതായത് ഇപ്പോൾ ഉള്ള പമ്പ് ഹൗസിനെ കുറച്ചുകൂടെ മുന്നോട്ട് മൂവ് ചെയ്തിട്ട് അവിടെ കണക്ഷൻ കൊടുക്കുകയാണ് ഇന്നത്തെ പരിപാടി. കണക്ഷൻ കൊടുക്കാൻ KSEBയിൽ അവർ വരും. അപ്പോൾ അതിന് KSEBയിലും പോകണം. പിന്നെ അത് മുന്നോട്ട് മാറ്റിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഏരിയ കൂടെ ക്ലീൻ ചെയ്തിട്ട് കുറ്റിയടിക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മൂവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് മൂവ് ആവും നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യം നമ്മൾ വിചാരിച്ച സ്ഥലം കുറച്ചുകൂടി ബാക്കിലോട്ടായിരുന്നു, ആ ഒരു ഫുൾ സ്പേസിൻ്റെ. പക്ഷേ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പഴയൊരു കിണറുണ്ടായിരുന്നു ആ ബാക്ക് സൈഡിൽ. അപ്പോൾ നമ്മൾ മാക്സിമം ആ കിണറിനെ അവോയ്ഡ് ചെയ്യാം, കിണറിനെ ഈ തറയുടെ അകത്ത് കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചിട്ട് അഗെയിൻ നമ്മൾ ആശാരിനെ വിളിച്ചു പോയി. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ കുറച്ച് മുന്നോട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മുന്നോട്ടുള്ള ഏരിയ ഈ ഒരു പമ്പ് ഹൗസും അതുപോലെ തന്നെ ബോർവെല്ലിൻ്റെ ഒക്കെ ഉണ്ടായതുകൊണ്ട് അന്ന് JCB ലെവൽ ചെയ്തപ്പോൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പം ഈ പമ്പ് ഹൗസിനെ മുന്നോട്ട് മാറ്റിയിട്ട് വേണം JCBനെ വിളിച്ചിട്ട് അവിടെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് 19-ാം തീയതിയുള്ള നമ്മുടെ കുറ്റിയടിക്കുന്നത് 25-ാം തീയതിയിലേക്ക് മാറ്റിയത്. 25-ാം തീയതി വെള്ളിയാഴ്ചയാണ്. അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ചൊവ്വാഴ്ചയാണ് കേട്ടോ. ഇന്ന് കുറേ പരിപാടികളുണ്ട്. ഇങ്ങനെ കുറച്ച് KSEB, അക്ഷയ ഇങ്ങനെയൊക്കെ പോകണം. പിന്നെ അവിടെ സൈറ്റിൽ പോകണം. അതൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. കാരണം നാളെ എൻ്റെ 2 ഫ്രണ്ട്സ് എത്തുകയാണ്. അതായത് ക്രിസ്റ്റിയും ജ്യോതിയും. എനിക്ക് ആകെയുള്ള 2 ഫ്രണ്ട്സാണ് കേട്ടോ. അവർ രണ്ടുപേരും നാളെ എത്തുകയാണ്. അപ്പം അതിന് മുന്നേയുള്ള കുഞ്ഞു ഷോപ്പിംഗ് ഉണ്ട് അമ്മയുടെ കൂടെ പോയിട്ട്. പിന്നെ വന്നിട്ട് ചെറിയ വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഫുൾ ഡേ ഇന്ന് ഓട്ടപ്പാച്ചിലും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ തിരക്കിൽ നിങ്ങളെയും കൂടെ കൂട്ടാം. അപ്പം നമുക്ക് നമ്മുടെ ഒരു ദിവസത്തിലേക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നോക്കട്ടെ അവിടെ പോയിട്ട്. അമ്മ ബ്രെഡൊക്കെയാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കും, വിശന്നാൽ കഴിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ലഞ്ചൊക്കെയാണ്. നമുക്ക് ഓരോ ദിവസം ഇങ്ങനെ കണ്ട് പോകാം കേട്ടോ. കൺമണി എഴുന്നേറ്റിട്ടില്ല, എഴുന്നേൽപ്പിക്കണം. ആദ്യം നമ്മൾ KSEBയിലേക്കാണ് കേട്ടോ വന്നത്. ഇവിടെ നമ്മൾ ലാസ്റ്റ് കറണ്ട് ബില്ല് അടിച്ചതിൻ്റെ ഒരു റെസിപ്റ്റ് വേണമായിരുന്നു. അതാദ്യം നമുക്കിന്നെ എടുക്കാം.
ഇപ്പോൾ ഉണ്ടല്ലോ കൂടുതലും കാര്യങ്ങളൊക്കെ അക്ഷയ വഴിയൊക്കെയല്ലേ നടക്കുന്നത്. അപ്പം നമ്മൾ അക്ഷയയിൽ പോയിട്ട് നമ്മളിപ്പോൾ KCBയിൽ വരുമ്പോൾ അവർ പറയും അക്ഷയ വഴിയാണ് അപേക്ഷയൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അക്ഷയയിൽ പോയി. KCBയിൽ ഒരു പ്രശ്നമില്ല. ഓഫീസേഴ്സൊക്കെ നല്ല കോപ്പറേറ്റീവാണ്. അതായത് നമുക്ക് പറഞ്ഞു തരാനും അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സും വളരെ കുറവാണ്. പക്ഷെ അക്ഷയയിൽ പോകുമ്പോഴാണ് പ്രശ്നം. അവർക്ക് ഇതൊന്നും പോരാ, നമ്മളീ കൊടുക്കുന്നതൊന്നും അവർക്ക് പോരാ. അവരാണ് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് വരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ലാസ്റ്റ് അടച്ച പിന്നെ എന്താ പറയുക ബില്ലിൻ്റെ കാര്യമൊന്നും ഇവിടെ KCBയിൽ വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അക്ഷയയിൽ പോയപ്പോൾ അവർ പറഞ്ഞു അതും കൂടെ വേണമെന്ന്. കാരണം ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു അതും കൂടെ എന്തായാലും വേണമെന്ന്. അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ അത് പറഞ്ഞപ്പോൾ ഇവർ പറയുന്നു അങ്ങനത്തെ ഒരു സംഭവം ഇല്ലല്ലോ, അതൊന്നും ആവശ്യമില്ലല്ലോ എന്ന് ഇവർ പറയുന്നു. അപ്പോൾ എന്തൊക്കെയാണല്ലേ. നമുക്കിനി അക്ഷയയിലേക്ക് പോവാം. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടു. ഈ കുഴിയിൽ എൻ്റെ വണ്ടിയുടെ ടയർ താണുപോയി. ഞാനവിടെ സൈഡ് പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പക്ഷെ അവിടെ കുഴിയിൽ വണ്ടീൻ്റെ ടയർ പോയിട്ട് ഞാൻ സ്റ്റക്കായിപ്പോയി. ഞാൻ എങ്ങോട്ട് തിരിച്ചിട്ടും ആ വണ്ടി എടുക്കാൻ പറ്റാണ്ടായി. അങ്ങനെ ലാസ്റ്റ് ഒരു പയ്യൻ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ വേറൊരു അമ്മയുടെ റിലേറ്റീവ് ഉണ്ടായിരുന്നു. അവർ വണ്ടി പുറകുന്ന തള്ളി തന്നു. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് വരുമല്ലോ, അതിന്ന് എനിക്ക് സംഭവിച്ചു. അക്ഷയ എന്ന് പറയുന്നു അവിടെയാണ് പോകേണ്ടത്, അവിടെ നിന്ന് പറയുന്നു ഇവിടെയാണ് പോകേണ്ടതെന്ന്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ വീണ്ടും KCBയിലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. നമ്മളിവിടുത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ പോയിട്ട് അവർ പറഞ്ഞു ഇവിടെ അല്ല ചെയ്യേണ്ടത്, അത് KCBയിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് വീണ്ടും അങ്ങോട്ട് നടക്കാൻ പോവാണ്. എന്നാൽ ഇവിടെ കുട എടുക്കാൻ ഞാൻ മറന്നുപോയി. ഭയങ്കര വെയിൽ. എന്തായാലും വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇവിടെ അക്ഷയയിൽ കറണ്ട് ബിൽ അടയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അമ്മേനെ വെയിറ്റ് ചെയ്യാം. കൺമണി ഹായ് വരൂ. ഹായ് പറ. കൺമണിക്ക് വെയിലായതുകൊണ്ട് ഒരു ഫുൾ സ്ലീവ് ടീഷർട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇരുത്തിയിരിക്കുക. ഈ പമ്പ് ഹൗസിന് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ ചെറിയൊരു താൽക്കാലികമായിട്ട് ഒരു ചുമര് വെച്ചതേ ഉള്ളൂ കേട്ടോ. ഇനി കണക്ഷൻ, അതായത് ഇത് കാർഷികത്തിനുള്ള കണക്ഷനാണ്, അത് ക്യാൻസൽ ചെയ്യിച്ചിട്ട് വേണം നമുക്കിനി വീട്ടിൻ്റെ വേണ്ടിയിട്ടുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വരുമ്പോഴേക്കും നമ്മുടെ ഇലക്ട്രീഷ്യൻ ചേട്ടനെല്ലാം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കണക്ഷനായിരുന്നു. അതിനെ ക്യാൻസൽ ചെയ്തിട്ട് ഇനി നമുക്ക് വീട്ടിൻ്റെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞിട്ടുള്ള പുതിയ കണക്ഷൻ എടുക്കുകയാണ് വേണ്ടത്. അപ്പം നാളെ അവർ KCBയിൽ നിന്ന് വന്നിട്ട് ആ കണക്ഷൻ കളഞ്ഞിട്ട് പുതിയ കണക്ഷനൊക്കെ ചെയ്തു തരുമെന്ന് പറഞ്ഞു. ഈ അക്ഷയയിൽ ഒന്നുകൂടെ പോകണം. കാരണം ഈ ഇലക്ട്രീഷ്യൻ്റെ ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെടുത്തിട്ട് നാളെ വീണ്ടും പോകണം. അപ്പം അതിനുള്ള ചെറിയ ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഓട് വയ്ക്കണം. ഞാനിവിടെ പോസ്റ്റാണ് കേട്ടോ, പണിയെടുക്കുന്നുണ്ട് ഒരാൾ. അപ്പം ഞാനിവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അമ്മയും എല്ലാവരും വീട്ടിലേക്ക് പോയി അവിടെ. ഇനിയിപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു അതൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അമ്മാച്ചന് ഫുഡൊക്കെ കൊടുത്തിട്ട് നമുക്കുള്ള ഫുഡ് എടുത്തിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഇനിയിപ്പം ഇതിവിടെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് അക്ഷയയിൽ പോയിട്ട് പുതിയ കണക്ഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷെ ഭയങ്കര വെയിൽ. പക്ഷെ കുഴപ്പമില്ല, ഇവിടെ ഇങ്ങനെ മരമൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല കാറ്റുണ്ട്, എന്നാലും ചൂടുണ്ട്. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഒരു ആൽമരമുണ്ട്. ഞാനുണ്ടല്ലോ കുറ്റി അടിക്കുന്ന ദിവസം ഞാൻ ഈ ഒരു ഏരിയ ഒക്കെ നല്ല കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനിങ്ങനെ ഇവിടെ എന്തൊക്കെയോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് കാണിച്ചു തരാൻ. അതൊക്കെ ഞാൻ അന്ന് കാണിച്ചു തരാം കേട്ടോ. കുറ്റി അടിക്കുന്ന ദിവസം മൊത്തത്തിൽ ഞാൻ ഇതിൻ്റെ ചുറ്റുപാടും ഇതിൻ്റെ ചുറ്റുള്ള അമ്പലവും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ക്ലിയറായിട്ട് കാണിച്ചു തരാം. ഇന്നിപ്പോൾ ഞാൻ വേറെ കുറേ കാര്യത്തിന് വേണ്ടി വന്നതല്ലേ, അത് ഞാൻ അന്നത്തെ ദിവസത്തേക്ക് ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേറ്റിട്ട് അങ്ങനെ തന്നെ വന്നു. ഒന്നും കുടിച്ചോ കഴിച്ചോ ഒന്നുമില്ല, വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ. പിന്നെ അമ്മായിയുടെ അടുത്ത് വന്നപ്പോൾ അമ്മായി എനിക്ക് നുറുക്ക് തന്നു, നുറുക്ക് കഴിച്ചു. അങ്ങനെയൊക്കെ. ഇന്ന് കണ്ണും അമ്മയും മാച്ചിങ്. നോക്കിയ ഡ്രസ്സ് നോക്കിയാട്ടെ, കളർ സെയിം. കണ്ണു എന്തേ നമ്മൾ പൊതിച്ചോറ് കഴിക്കാൻ പോവാ. എന്തേ കുട വാങ്ങിക്കാം, കുട നമുക്കിപ്പോൾ വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ പൊതിച്ചോറൊക്കെ ഞാനും കൺമണിയും കൂടെ കഴിക്കാൻ പോവാണ്. കൺമണിക്കും അമ്മയ്ക്കും
കണ്ണിൻ്റെ ഡ്രസ്സിൽ ഐ ലവ് യു ഉണ്ട് അല്ലേ കണ്ണു? നമുക്ക് രണ്ടാക്കും പൊതിച്ചോറ് കഴിക്കാമല്ലോ. നമ്മൾ ഗെയിം കളിച്ചിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുക. കൺമണി മമ്മ ടൈഗറാണ്. മമ്മ ഈ ടൈഗറിൻ്റെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കാത്തു വരും. കാത്തു വരാ കൺമണി അല്ലേ കണ്ണു? ബാ. ഇതിൽ ചോറും അച്ചാറും മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ എക്സ്ട്രാ പുളിശ്ശേരി ഉണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളിശ്ശേരി ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് അമ്മ എന്ത് കൊണ്ടുവന്നു? പയറ് തോരനുണ്ട്. കണ്ണൻ്റെ ഫേവറേറ്റാണ് പയറ് തോരൻ. പയറ് തോരൻ ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല കാറ്റ് വീശുന്നിടത്തിരുന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. അച്ചാറുണ്ട്. അച്ഛൻ്റെ ഫേവറേറ്റ് അച്ചാർ. കണ്ണിക്ക് അച്ചാർ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലോ. വീട്ടിൽ കഴിക്കുന്നുണ്ടല്ലോ ഇടയ്ക്ക്. ഇതാ ടൈഗറിന്റെ ഫുഡ് ആര് തിന്നുന്നു? ആര് കഴിക്കുന്നു? കുറച്ചുകൂടെ കഴിച്ചോ? കുറച്ചുകൂടെ ഉള്ളോ? മതിയാ? ഇപ്പോൾ പണിയൊക്കെ ജസ്റ്റ് കഴിഞ്ഞു. അപ്പോഴേക്കും നല്ല മഴ തുടങ്ങിട്ടോ. ഞാനും കണ്ണു ഇങ്ങനെ മഴയത്തിരിക്കുക. അമ്മ മഴ നനഞ്ഞിട്ട് വരുന്നുണ്ട്. ലച്ചു ഇവിടെ മണ്ണിൽ കളിക്കുന്നു. എല്ലാവരും ഇങ്ങോട്ട് വന്നു കേട്ടോ. കണ്ണുമൊക്കെ മഴ നനഞ്ഞിട്ട് തന്നെ വന്നു. ഞാൻ മഴയിൽ തന്നെ വന്നു കേട്ടോ. കാരണം 2 കുട ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാവരും കുടയും ചൂടി വന്നു കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു. ഈ ചൂട് ഞാൻ പ്രതീക്ഷിച്ചതാ ഇതുപോലെ മഴ ഉണ്ടാവുന്നു. അത്രയും ചൂടായിരുന്നു. ഇപ്പം നാളെ KSBയിൽ പോയാൽ മതിയാ? അവർ വേഗം വരാൻ പറഞ്ഞില്ല നമുക്ക്. ഇന്നലെ അവർ സൈറ്റിലേക്ക് പോയിട്ടുണ്ടാവില്ലേ? അതായിട്ടില്ല. പൊസിഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ആവുന്നില്ല. നാളെ വിളിക്കാറുണ്ട്. നിങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കും. ഇന്നലെ നാളെ. അപ്പം നമുക്ക് നാളെ വീണ്ടും ഇതിനു വേണ്ടി വരണം. വരുമ്പോൾ അമ്മയ്ക്ക് സപ്ലൈക്ക് പോലെ പോകണം എന്നിട്ട് ഇങ്ങോട്ട് വന്നു. എനിക്ക് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മാർക്കറ്റിൽ നിന്ന് ഉണക്കമീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം വന്നിട്ട് എനിക്ക് ഉണക്കമീനൊന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിവിടെ വീട്ടിൻ്റെ അടുത്തൊരു ഹോട്ടലിൽ ചായയും പഴംപൊരിയും കഴിക്കാൻ വേണ്ടി കയറി. ഇതൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പുറത്തൊരു ടീ സ്റ്റാൾ പോലെയുണ്ട്. ആ ഒരു ഏരിയയിൽ നമ്മൾ ടീ വാങ്ങിച്ചു. അമ്മയും കണ്ണും വണ്ടിയിലുണ്ട്. ഞാനിങ്ങനെ എപ്പോഴും പുറത്തൊക്കെ പോകുമ്പോഴും എപ്പോഴും ഇങ്ങനെ വീടിൻ്റെ കാര്യം മാത്രമായിട്ട് ഇപ്പോൾ ആലോചിക്കുക. അപ്പോൾ എനിക്ക് ഈ റൂഫിങ്ങിൻ്റെ ഒരു സംഭവം അതിനെക്കുറിച്ചൊന്നും അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ ഞാനിവിടെ പോയിട്ട് ജസ്റ്റ് റൂഫിങ്ങിൻ്റെ സംഭവമൊക്കെ എന്താണെന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇതുപോലെ കമ്പീൻ്റെയും അതിൻ്റെ ഒക്കെ വെക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ റൂഫിങ്ങിൻ്റെ സംഭവം നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവരൊരു നമ്പറൊക്കെ തന്നു. നമുക്ക് അതിനെ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാം. എങ്ങനെയാണ് അവരെ വർക്ക്. സംഭവം ഒന്നും ആയിട്ടില്ലെങ്കിലും ഞാനിങ്ങനെ ഒക്കെ നോക്കി വെക്കാൻ കേട്ടോ. കണ്ണു വരുമ്പോഴേക്ക് വണ്ടിയിൽ നിന്ന് ഉറങ്ങി കേട്ടോ. അങ്ങനെ അവൾ ഉറങ്ങി. ജസ്റ്റ് ഇതാ വീട്ടിലെത്തി. അയ്യോ, ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പം ഇന്നിനെന്താ പരിപാടി? എനിക്കിനി കുറച്ച് വീടൊക്കെ ക്ലീൻ ചെയ്യണം. നാളെ ഫ്രണ്ട്സ് വരികയല്ലേ. അപ്പോഴേക്ക് ഇനി കുളിക്കണം. എനിക്ക് കുളിക്കുന്നതിന് മുന്നേ ബാത്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുളിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടി ലേറ്റായിട്ട്. കാരണം കുറേ സമയമായി രാവിലെ മുതൽ എൻ്റെ ഫുൾ ബോഡിയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എൻ്റെ ബ്രെയിനും എൻ്റെ സിസ്റ്റമൊക്കെ രാവിലെ മുതൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് സമയം എൻ്റെ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയൊരു അരമണിക്കൂർ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒക്കെ എല്ലാം വാഷ് ചെയ്ത് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് കുളിക്കാം. പിന്നെ ഫുഡ് കഴിക്കാമല്ലോ. പിന്നെ കിടന്നുറങ്ങാം.
ഞാനിങ്ങനെ വിചാരിക്കും വൈകുന്നേരം ആകുമ്പം കുറച്ചുകൂടി എല്ലാവരും ഫോൺ ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ വിളിക്കാനൊക്കെ സമയം കിട്ടും, രാത്രി വിളിക്കാമെന്ന് വിചാരിക്കും കേട്ടോ. ഞാൻ ഇങ്ങനെ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും എനിക്ക് ഫോൺ എടുക്കാനുള്ളൊരു ആരോഗ്യം തന്നെ ഉണ്ടാവില്ല. ഞാൻ താനെ ഉറങ്ങിപ്പോവും. മുന്നേ ഞാനിങ്ങനെ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് 1 മണി 2 മണിക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഒരു 10:30 കിടന്നു കഴിഞ്ഞാൽ എപ്പോൾ കിടക്കുന്ന അപ്പം എനിക്ക് ഉറക്കം വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം. ഞാൻ ഒരു കുഞ്ഞ് ഡെയിലി വ്ലോഗ് പോലെ, ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പ്ലാൻ ചെയ്താണ് കേട്ടോ. ഇതും ഒട്ടും മുന്നേ പ്ലാൻ ചെയ്തൊന്നുമല്ല. ഞാൻ ഇന്ന് രാവിലെ ജസ്റ്റ് എഴുന്നേറ്റപ്പോൾ എനിക്ക് തോന്നി ഇന്നത്തെ ഒരു ദിവസം കാണിക്കാം എന്തൊക്കെയായിരുന്നു എൻ്റെ എവിടെയൊക്കെ ഓടി എന്തൊക്കെയാണ് സംഭവം എന്ന്. അപ്പോൾ അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്ന ദിവസത്തെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യും. നാളെ അവരെത്തും. അപ്പം നാളെ അവരെ കാണിച്ചു തരാം, അവർ വരുന്നതും കാര്യങ്ങളൊക്കെ കാണിക്കാം. അങ്ങനെ അപ്പോൾ അതൊക്കെയാണ് ഇനി അടുത്തടുത്ത വ്ളോഗ്സായിട്ട് വരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ടാറ്റാ.